നമുക്ക് ഈ സീസൺ 6 ഏകദേശം 2000-ൽ കൂടുതൽ എൻട്രീസ് ഉണ്ടായിരുന്നു. അതിൽ ഒത്തിരി പേരെ ഓഡിഷൻ ചെയ്ത് ഫിൽട്ടർ ചെയ്താണ് അവസാനം നമ്മൾ 60-ലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് നമ്മുടെ 26-ലേക്ക് എത്തിയത്. ഈ 60 പേരിൽ ഒരുപാട് പേര് അസാധ്യമായിട്ട് പാടുകയുണ്ടായി. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് അവർ സെലക്ട് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ പാടിയിട്ടുള്ള നമ്മുടെ ഫൈനൽ ഓഡിഷനിൽ ഏറ്റവും നന്നായിട്ട് പാടിയിട്ടുള്ള 5 പേർക്ക് ഒരു അവസരം ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. ഗോൾഡൻ ടിക്കറ്റ് അഥവാ വൈൽഡ് കാർഡ് എൻട്രി. അതാണ് ഗോൾഡൻ ടിക്കറ്റ് അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി. അത് ഇവർക്ക് വീണ്ടും നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാകാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടും കേട്ടും ഒക്കെ അറിയാനുള്ള സമയമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എത്രത്തോളം വലിയൊരു ചാൻസ് ആണ് ഇപ്പോൾ ഈ ശിശുദിനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഇവിടെ മുന്നേ വന്ന് ഒത്തിരി ആഗ്രഹിച്ച് വന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് പോയ, അതായത് നമ്മുടെ ഓഡീഷനിലെ ഫൈനലിസ്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ടിക്കറ്റിന്റെ ചാൻസ് വഴിയോ അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. 5 പേരാണ് എത്തുന്നത്. ഈ 5 പേരും 2 ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും പാടുന്നുണ്ടാവുക. വേറൊരു ഓഡീഷൻ അല്ലേ? വേറൊരു കൈൻഡ് ഓഫ് സെലക്ഷൻ തന്നെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇതിൽ എത്ര പേരാണ് സെലക്ട് ആവുന്നതെന്ന് നമുക്കറിയില്ല. ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ വഴി അറിയാൻ പോവാണ് നമ്മള്. ജഡ്ജസിനെ തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ബാക്കി ആൾക്കാരുടെ നേരത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞ ഇപ്പൊ ജഡ്ജസ്, എന്റെ കൂട്ടുകാരനെ ഞാൻ ആ സീറ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു. ക്ഷമിക്കണം മോനെ, അച്ഛനെ മോനെ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ. 3 ആളെയും അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നു. ഞാൻ എന്റെ അച്ഛനെ മോനെ വിളിക്കാറുണ്ട്. വിനുകൂട്ടാ, എന്തോ അപ്പൊ നമുക്ക് നോക്കാം ആരെയൊക്കെയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെ, ആവണിക്കുട്ടിയും ഗൗരിക്കുട്ടിയാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 യാത്രയിൽ നമ്മളോടൊപ്പം ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷമത്തിന്റെ ഫാക്ടർ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇനി കിട്ടിയിരിക്കുന്ന അതിലും ഗോൾഡൻ ഒരു ചാൻസ് ആണ്. കാരണം അടുത്ത നമ്മുടെ സീസൺ വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഫൈനലിസ്റ്റുകളായിട്ട്, അതെ, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും കാണേണ്ട ആൾക്കാരാണ് ഈ ഫ്ലോറിൽ. അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രം. എല്ലാവരെയും കാണാൻ പറ്റിയതിലും നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം പെർഫോം ചെയ്യാൻ പറ്റിയതിൽ എനിക്കും പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. 2 പേർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ കേട്ടോ. 2 പേരും സ്റ്റേജിലോട്ട് വായോ. അപ്പോൾ 2 പേർക്കും, ആവണിക്കുട്ടിക്കും ഗൗരിക്കുട്ടിക്കും, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 സ്വാഗതം, വെൽക്കം. ഓക്കെ, ഇനി നമുക്ക് അടിച്ചു പൊളിക്കണം ഇനി അങ്ങോട്ടുള്ള ജേർണി അല്ലേ? എന്താ പറയാനല്ല, എന്താ തോന്നേ? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്ന ഒരാളാണിത്. സന്തോഷമുണ്ട്, കിട്ടിയത് സന്തോഷമുണ്ട്. ആദ്യത്തെ ഓഡീഷൻ വന്നപ്പോ സങ്കടമായിട്ട് പോയിട്ട് ഇപ്പൊ സന്തോഷമായിട്ട് പോകുമ്പോ. ശരി, ഗൗരിക്കുട്ടിക്കോ? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ സൗദിന്ന് വന്ന് ഇപ്പൊ കിട്ടിയതില് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞിട്ട് സൗദി പോയിരുന്നോ? അപ്പൊ ഇനി കണ്ണട വെച്ച് കാണണം പെർഫോമൻസ് കേട്ടോ, അത് മറക്കരുത്. അപ്പൊ സെലക്ഷന്റെ ഭാഗമായിട്ട് ഒരു ക്യാപ്പ് വെച്ച് നമുക്ക് ഇതിലേക്ക് വെൽക്കം ചെയ്യാം. നമ്മുടെ ടോപ്പ് സിംഗർ ഫാമിലിയിലേക്ക് ഇവരെ വെൽക്കം ചെയ്യാം അല്ലേ? അപ്പൊ ഇതിരിക്കട്ടെ.
സൂര്യ, ശ്രദ്ധ, ശ്രേയ, 3 പേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് എൻ്റെ കഥ തന്നെ. എത്രയോ ഇടങ്ങളിൽ പുറത്തായ ആളാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്കും പറയാൻ കാണും. അപ്പോൾ ഇത് നമ്മളൊന്ന് പുറകോട്ട് നമ്മൾ അമ്പെയ്യുന്ന പോലെയാണ്. ഒന്ന് പുറകോട്ട് വലിച്ച ശേഷമാണ് കുതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഫൈനൽ ഓഡിഷനിലേക്ക്, അടുത്ത സീസണിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു എന്നാണ് കാണേണ്ടത്. ആ രീതിയിലാണ് യു ആർ സെലക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഓഡിഷന്, ആ ഫൈനൽ ഓഡിഷന് അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാനായിട്ടുള്ള ഒരു അവസരമാണ്. അതിനുവേണ്ടി ഇപ്പൊ തയ്യാറെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.